നമസ്കാരം സുഹൃത്തുക്കളെ, പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മളിന്ന് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഞങ്ങളുടെ ഒരു സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരക്കൊക്കെ ഉള്ളപ്പം പെട്ടെന്ന് ഞങ്ങൾ തയ്യാറാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഉണ്ടാക്കി കാണിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നറിയോ? അത് ചൗവരി ഉപയോഗിച്ചിട്ടാണ്. കേട്ടോ, ചൗവരി ഞാൻ നേരത്തെ ഒരു വീഡിയോ ചൗവരിയും കൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പശ മുക്കുന്നത്. അത് പശയ്ക്ക് മാത്രമല്ല നമുക്ക് കഴിക്കാനും പറ്റുന്നതാണ്. കണ്ടോ, ഇത് ഇന്നലെ വൈകിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. വൈകിട്ട് നേരത്തെ വെള്ളത്തിലിട്ട് വെക്കണമെന്നൊന്നുമില്ല, പക്ഷേ ഇതാകുമ്പോൾ ഒരു 10 മിനിറ്റ് പോലും വേണ്ട നമുക്ക് റെഡിയാക്കി എടുക്കാൻ, ഇത് വെന്ത് വരാനായിട്ട്. ഇത് അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ അന്നേരം തന്നെയാണെങ്കിലും അഥവാ വെള്ളത്തിലിടാൻ പറ്റിയില്ല, അതുകൊണ്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. പക്ഷേ കുറച്ച് ടൈം കൂടുതൽ എടുക്കും എന്നുള്ളതേ ഉള്ളൂ ഈ ചൗവരി ഒന്ന് വെന്ത് വരാൻ വേണ്ടി. കേട്ടോ, അപ്പം അതിന് വേണ്ടിയ സാധനങ്ങൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്, വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇതിനകത്തിൽ വേണമെങ്കിൽ ഒരു ഏലക്ക, 1-2 ഏലക്ക ചതച്ചിട്ട് വേണമെങ്കിലും അതും നല്ല ടേസ്റ്റാണ്. പിന്നെ ചൗവരി, ഒരു ഗ്ലാസ് പാല്, ഒരു 1.5 സ്പൂൺ പഞ്ചസാര. ഇത് ഞങ്ങൾക്ക് 2 പേർക്ക് വേണ്ടി എടുത്തേക്കുന്നതാണ്. ഒരു ചെറിയ സ്റ്റീൽ തവിക്ക് 1 തവി ചൗവരിയാണ് എടുത്തിരിക്കുന്നത്. അത് കുതിർത്ത് വെച്ചിരിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഈ പാലും പഞ്ചസാരയും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ വേവിക്കുന്നത്. പക്ഷേ ഈ ചൗവരി ഒന്ന് വേവായി കഴിഞ്ഞിട്ടേ പാലൊഴിക്കാവുള്ളൂ, അല്ലെങ്കിലുണ്ടല്ലോ ഇത് പിരിഞ്ഞതുപോലെ കിടക്കും. പക്ഷേ പിരിയുന്നതല്ല, എന്നാലും ചൗവരി വെന്ത് കഴിഞ്ഞിട്ട് പാല് ഒഴിക്കുന്നതാണ് നല്ലത്. ഇത്തിരി വെള്ളം കൂടെ ചേർത്ത് ചൗവരി നമുക്കൊന്ന് വേവിച്ചെടുക്കാവേ. ചൗവരി വേവിക്കാവേ. ഈ തവിക്കാണ് ഞാൻ ചൗവരി എടുത്തിരുന്നത്. കേട്ടോ, നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഈ ചൗവരി വേവാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ടേ നമ്മൾ പാലൊഴിച്ചു കൊടുക്കുന്നുള്ളൂ. പഞ്ചസാരയും കൂടെ അങ്ങിട്ട് കൊടുക്കാവേ. ഉണ്ടോ, ഇനി നമുക്കിത് വേവിക്കാം. ഞാനിന്നേ കിച്ചണിനകത്ത് വെച്ചാൽ കുക്ക് ചെയ്യുന്നത്. കേട്ടോ, കാരണം പുറത്ത് രാവിലെയൊക്കെ ആയപ്പോഴത്തേക്കിനും നല്ല വെയിലായി തുടങ്ങിയിട്ടുണ്ടേ, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ചൗവരി വേവിക്കാനിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചൗവരി ഇങ്ങനെ പാത്രത്തിൽ അടുപ്പിൽ വെച്ചിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയാലുണ്ടല്ലോ ഈ ചൗവരി പെട്ടെന്ന് പാത്രത്തിൻ്റെ ചുവട്ടിൽ പിടിക്കും. അതുകൊണ്ടാണേ. ഇത് തിരക്കുള്ളവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. കേട്ടോ, എന്നുവെച്ചാൽ ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് വരുന്നവർക്കും പിന്നെ കുക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക്, പിന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്ക്, ഇപ്പോൾ വൈകിട്ട് എല്ലാവരും ചോറ് കഴിക്കാത്തവരൊക്കെ ഇല്ലേ, അങ്ങനെയുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതായി ഈ ചൗവരി ഇങ്ങനെ കാച്ചിയെടുത്തിട്ട്. എന്നാന്ന് ചോദിച്ചാൽ വയറിനകത്തൊരു തണുപ്പും ഒക്കെ കിട്ടും, നല്ലതാണ്. കൊളസ്ട്രോളിൻ്റെ മരുന്നായിട്ടൊന്നും അല്ല ഇത് പറഞ്ഞത്. കേട്ടോ, ഞങ്ങളുടെ അനുഭവം കൊണ്ട് ഞങ്ങൾ പറഞ്ഞതാണ്. കേട്ടോ, എൻ്റെ ഇച്ചായനാണെങ്കിൽ മിക്കവാറും വയറിനകത്തിൽ അസിഡിറ്റിയുടെ അസ്വസ്ഥതയൊക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ കാച്ചി കൊടുക്കും, രാവിലെയും വൈകിട്ടും ഒക്കെ ആയിട്ട്. അപ്പം വയറിനകത്തിൽ നല്ലൊരു തണുപ്പും വയറിനൊരു സുഖം കിട്ടും. അതുകൊണ്ടാണ് ഈ പറഞ്ഞത്, അല്ലാതെ കൊളസ്ട്രോളിൻ്റെ മരുന്നായിട്ട് പറഞ്ഞൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. ഇനിയിപ്പം നമുക്ക് ഇത് കണ്ടോ, ഈ പരുവമൊക്കെ ആകുമ്പോഴത്തേക്കിനും നമുക്ക് ചൗവരി അതിലേക്ക് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. കേട്ടോ, ഇത്തിരി ലൂസ് ആവണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടുതൽ പാലും വെള്ളവും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. പാല് കൂടുതൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ചിട്ട് പാല് കൂടുതൽ ചേർത്ത് കൊടുക്കാം. അല്ല, പാലൊത്തിരി വേണ്ട എന്നുണ്ടെങ്കിൽ ഇത്തിരി പാലിൻ്റെ കൂട്ടത്തിൽ ഇത്തിരി വെള്ളം കൂടെ ചേർത്താൽ മതിയേ. ഞാൻ 2 ഏലക്കായും കൂടെ ചതച്ചെടുത്തിട്ടുണ്ടേ, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നല്ലൊരു മണവും വരും. ഇത് കുട്ടികൾക്കും പ്രായമുള്ളവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന. കേട്ടോ, മധുരമൊക്കെ കൂടുതൽ വേണമെന്നുള്ളവർ കൂടുതൽ ഇട്ട് കൊടുത്തോണം. കേട്ടോ, എൻ്റെ പിന്നെ പഞ്ചസാര ഉള്ളായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തത്. അല്ല പനം കൽക്കണ്ടവോ അല്ലാത്ത കൽക്കണ്ടമില്ലേ, അതോ എന്തോ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അവരവരുടെ രുചിക്കനുസരിച്ചും
ഇഷ്ടത്തിനനുസരിച്ചുമൊക്കെ. കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ പനങ്കക്കണ്ടോ അല്ലാത്ത നമ്മൾ വാങ്ങിക്കുന്ന കൽക്കണ്ടോ ഒക്കെ പഞ്ചസാര മാറ്റിയിട്ട് അങ്ങനെ ചേർത്ത് വേണമെങ്കിലും കൊടുക്കാം. പിന്നെ ഇത് മാത്രം പോരെന്നുണ്ടെങ്കിൽ 2 മുട്ടയൊക്കെ പുഴുങ്ങി മുട്ടയും ഒരു 4-5 ബദാം പരിപ്പും ഒക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചവരെ അല്ലെങ്കിൽ രാത്രിയിൽ നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുന്നേ വൈകിട്ടത്തെ ഭക്ഷണമായിട്ടും അതെല്ലാം ഉപയോഗിക്കാം. നല്ലതാണ്. കണ്ടോ, നമ്മുടെ ചൗവരിയൊക്കെ റെഡിയായി. ഇനി ഇതൊന്ന് തണുക്കട്ടെ. ഗ്യാസ് ഓഫ് ചെയ്തു. കണ്ടോ, നമ്മുടെ ചൗവരി നല്ലതായിട്ട് തണുത്തിട്ടുണ്ടേ. പിന്നെ ചൂടോടെ കുടിക്കേണ്ടവർക്ക് ചൂടോടെ കുടിക്കാം. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിക്കേണ്ടവർക്ക് അങ്ങനെ കുടിക്കാം. കാച്ചി വെച്ചിരുന്നാലും നമ്മൾ പായസമൊക്കെ തണുപ്പിച്ച് കുടിക്കത്തില്ലേ, അതുപോലെ തണുത്തത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും കുടിക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാവേ. കണ്ടോ, 2 ഗ്ലാസ്സിന് വേണ്ടി ഈ തവിക്ക് 1 തവി മതിയായിരുന്നു. പിന്നെ ഇപ്പോഴേ ഞങ്ങൾ 2 പേരും കൂടെ എന്നും ടേസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ചെയ്യണേ, കഴിക്കേ. ഞങ്ങളുടെ ഇത് സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് പ്രത്യേകിച്ച് ടേസ്റ്റ് ചെയ്യാനൊന്നുമില്ല. പിന്നെ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി, നിങ്ങളോട് ഇതിൻ്റെ അഭിപ്രായം ഒന്ന് പറയാൻ വേണ്ടി ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. മിക്കവാറും നമ്മളിത് കഴിക്കാറുണ്ട്. വയറ്റിൽ അസിഡിറ്റിയും ഇതുപോലൊക്കെ ഉള്ളപ്പോൾ വയറിനൊരു തണുപ്പ് കിട്ടാൻ വേണ്ടി ഇത് കഴിക്കും. പിന്നെ രാവിലെയൊക്കെ ടൈറ്റ് ഷെഡ്യൂളുള്ളപ്പോൾ എവിടെയെങ്കിലും പോകേണ്ടി വരുമ്പോഴൊക്കെ മിക്കവാറും എളുപ്പത്തിൽ തയ്യാറാക്കാം. പിന്നെ അന്നത്തെ ദിവസം പ്രഭാതത്തിൽ വയറിനും ഒരു സുഖമാണ്. അതുകൊണ്ടിത് നല്ലതാണ്. നിങ്ങളും ട്രൈ ചെയ്യണം, ഉണ്ടാക്കണം, കഴിക്കണം. അപ്പോഴേ ഒരു 10 മിനിറ്റ്, അത്രയും പോലും വേണ്ട, 10 മിനിറ്റ് കൂടുതൽ വേണ്ട ഇത് തയ്യാറാക്കാൻ വേണ്ടി. അപ്പം പാല് വേണ്ട എന്നുള്ളവർക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ചേർക്കാം. വേണമെങ്കിൽ തേങ്ങാപ്പാലും പശുവും പാലും ഒഴിവാക്കി അല്ലാതെ തയ്യാറാക്കാം. പഞ്ചസാര വേണ്ടാത്തവർക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ഉപ്പ് ചേർക്കുമ്പം പാല് ചേർക്കുന്നുണ്ടെങ്കിൽ ഇത് വെന്ത് കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പിന്നെ ഉപ്പ് ചേർക്കാവുള്ളൂ. അല്ലെങ്കിൽ പാല് ചേർക്കുമ്പം പാല് പിരിഞ്ഞു പോകും, അതുകൊണ്ടാണ്. പിന്നെ ബാച്ചിലേഴ്സ് ആയിട്ടുള്ളവർക്കും തനിയെ കുക്ക് ചെയ്ത് കഴിക്കുന്നവർക്കും ബർഗറും സാൻഡ്വിച്ചും ബ്രെഡും അങ്ങനെയൊക്കെ കഴിച്ച് മടുത്തവർക്ക് ഇടയ്ക്കൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് എന്നോ ലഞ്ചെന്നോ ഡിന്നറെന്നോ ഒക്കെ പറഞ്ഞ് വേണമെങ്കിൽ കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഐറ്റം കൂടെയാണ്. അപ്പം നിങ്ങളൊക്കെ ഇതുണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറഞ്ഞാൽ മതി കേട്ടോ. ഇനിയും ഇതുപോലെ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ നിങ്ങളെ കാണിക്കാം. ഞങ്ങൾ വീഡിയോ ആയിട്ട് വരാം. സിമ്പിളായിട്ടുള്ള ഇനിയും ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റുകളുണ്ട്. ഞങ്ങളത് ഓരോരോ വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പം നിങ്ങളൊക്കെ ഇതുണ്ടാക്കി കഴിച്ചിട്ട് അഭിപ്രായമൊക്കെ കമൻറ്റുകളായിട്ടൊക്കെ അറിയിക്കണേ. പിന്നെ ഈ ചെറിയ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ. പിന്നെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ സപ്പോർട്ട് ചെയ്ത് കട്ടയ്ക്ക് കൂടെ നിൽക്കണം. അപ്പം അടുത്തൊരു കിടുക്കാച്ചി വീഡിയോയുമായി വരും വരേക്കും സൈനിങ് ഓഫ് പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവൽ.